ഇന്നലെ കണ്ട ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമഡിയാണ് ഏഷ്യാനെറ്റിൻ്റെ പുക കാണിച്ചുകൊണ്ടിരിക്കുന്ന ജോണിൻ്റെ മോൻ വിനുവിൻ്റെ ഒരു പോസ്റ്റ്. അത് ഏഷ്യാനെറ്റ് തന്നെ വലിയ വാർത്തയാക്കി അച്ചടിച്ച് വിട്ടിരിക്കുകയാണ്. ഇതാണ് ആ കാർഡ്. വ്യാജ ആരോപണം ഉന്നയിച്ച PV അൻവറിന് വിനു വി ജോണിൻ്റെ വക്കീൽ നോട്ടീസ്. നിരുപാധികം മാപ്പ് പറയണം, അല്ലെങ്കിൽ 5 കോടി രൂപ നഷ്ടപരിഹാരം വേണം. എത്ര? 5 കോടി. ഏഷ്യാനെറ്റിലെ MR അജിത് കുമാർ എന്ന് വേണമെങ്കിൽ ഈ മുതലിനെ നമുക്ക് വിളിക്കാം. താപ്പാനയായിട്ടൊരു സ്ഥാപനത്തിനകത്തിരുന്ന് മുതലാളിയെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുതലാണ്. ആ മുതൽ 5 കോടി രൂപ. ഈ 5 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഫയൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ 10% പണം കോടതിയിൽ കെട്ടിവെക്കണം. അപ്പോൾ 5 കോടിയുടെ 10% ആകുമ്പോൾ 50 ലക്ഷം രൂപ. സിമ്പിൾ. മുതലാളിയെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്താണ് പാട്? പിന്നെ അതിലെ കോമഡി എന്താണെന്നാണ്. ഈ നാട്ടിലെ വ്യാജ ആരോപണത്തിൻ്റെ അപ്പോസ്തലൻ തന്നെ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ചിരിക്കുകയല്ലാതെ എന്താ ചെയ്യുക? നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരെയും വാർത്ത എന്ന പേരിൽ ഒരു കോട്ട് ഇട്ടുകൊണ്ട് കയറിയിരുന്ന് ജോണിൻ്റെ മോൻ പറയുന്ന വ്യാജ ആരോപണങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എത്ര തവണ മാപ്പേ 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 ഈ രീതിയിൽ ഇരക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എനിക്കെതിരെ വ്യാജ ആരോപണമെന്ന്. അടിമുടി ദുരൂഹനാണ്. കേരളത്തിലെ ക്രിസംഗി ലോബിയുടെ മുടിചൂടാ മന്നനാണ്. വലങ്കൈ മറുത ഷാജനാണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തി എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞ് മോങ്ങുമ്പോൾ നാണോ ഇല്ലടോ തനിക്കൊക്കെ എന്ന് ചോദിക്കുകയാണ്. കാര്യം, നാട്ടിലുള്ളവരെ യാതൊരു ഉളുപ്പില്ലാതെ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുള്ള വ്യക്തി ഇന്നിപ്പോൾ ഒരു ആരോപണത്തിൻ്റെ പേരിൽ മോങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ അഴിവൽ നാവിൽ നിന്ന് പുറത്തു വന്ന എത്ര വ്യാജ ആരോപണങ്ങൾ, അതിൽ ഈ നാട്ടിലുള്ളവരെല്ലാം മാനനഷ്ടം കൊടുക്കുകയായിരുന്നെങ്കിൽ സ്വന്തം കിഡ്നി ഊരി വിറ്റാൽ പോലും ചിലപ്പോൾ ജോണിൻ്റെ മോന് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേനെ. ഒരു സ്ഥാപനത്തെ അതിനകത്തിരുന്ന് ഇത്തിള് പോലെ നശിപ്പിച്ച് നാരായക്കല്ല് പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വ്യാജ ആരോപണമാണത്രേ. പറയുന്നതിനൊക്കെ വേണ്ടേടോ ഒരു അന്തസ്സ്. ഇനിയിപ്പോൾ കോടതി കാണാം. 5 കോടി രൂപ വാങ്ങിച്ചിട്ടേ പോവാവേ, പ്രത്യേകം പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ച് കാത്തിരുന്നോ എന്ന് മാത്രമേ ജോണിൻ്റെ മോനോട് പറയാനുള്ളൂ.